ഏതാണ്ട് ഒരു 1960കളിൽ ഒരു അച്ഛനുണ്ടായ ഒരു ക്രിസ്മസ് അനുഭവം പങ്കുവയ്ക്കാം. ആ അച്ഛൻ പുതുതായി ഇടവകയിൽ സേവനം ആരംഭിച്ചിട്ടുള്ളൂ. വികാരിയച്ഛനുണ്ട്. അച്ഛൻ പട്ടം കിട്ടിയിട്ട് ആദ്യത്തെ അപ്പോയിൻമെൻ്റാണ്. അപ്പോൾ ആ വർഷം പുതുതായിട്ട് കിട്ടിയ കൊച്ചച്ഛൻ്റെ നേതൃത്വത്തിൽ പുൽക്കൂട് വളരെ മനോഹരമാക്കി നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കാം. വികാരിയച്ഛൻ അവിടെ ഉണ്ടായിരുന്ന യുവാക്കളോടും അച്ഛനോടുമായിട്ട് പറഞ്ഞു, ഈ വർഷം നമ്മൾ ലൈവ് ക്രിബ് ഉണ്ടാക്കാം. വികാരിയച്ഛൻ യുവാക്കളോട് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും കൊച്ചച്ഛൻ്റെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾക്കൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരുക്കങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ യൗസേപ്പിതാവിനെയും പരിശുദ്ധ കന്യകാമറിയത്തെയും പിറന്ന് വീണ് അധികം പ്രായമായിട്ടില്ലാത്ത ഒരു കുഞ്ഞിനെ ഉണ്ണീശോയായിട്ടൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട്. മാലാഖമാരെ തപ്പിപ്പോകുന്നുണ്ട്, ആട്ടിടയന്മാരെ തപ്പിപ്പോകുന്നുണ്ട്, പൂജരാജാക്കന്മാരെ തപ്പിപ്പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും ഒക്കെ കണ്ടുപിടിച്ച് വളരെ മനോഹരമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ വികാരിയച്ഛൻ ഏതാണ്ട് ക്രിസ്മസിന് 2-3 ദിവസം മുമ്പ് കൊച്ചച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ നമ്മളുടെ ആശ്രമത്തിൽ ഒന്ന് പോകണം. തൊട്ടടുത്ത് ഒരു കൊവേന്ത ആശ്രമമുണ്ട്. ആശ്രമത്തിൽ പോയി അവിടുത്തെ സുപ്പീരിയർ അച്ഛനോട് പറയണം. വികാരിയച്ഛൻ പറഞ്ഞു, 2 ആട്ടിൻകുട്ടിയെയും ഒരു പശുക്കുട്ടിയെയും ദൈവാലയത്തിലേക്ക് കൊണ്ടുതരണം. തൽക്കാലത്തേക്കാണ് ഈ ഒരു കാര്യം അവതരിപ്പിക്കണം. വികാരിയച്ഛൻ പറഞ്ഞതാണെന്ന് പറയണം. സുപ്പീരിയർ അച്ഛൻ തരാതിരിക്കില്ല. അങ്ങനെ വികാരിയച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൊച്ചച്ഛൻ്റെ നേതൃത്വത്തിൽ യുവാക്കൾ കൊവേന്ത ആശ്രമത്തിലേക്ക് പോയി. കൊവേന്ത ആശ്രമത്തിൽ ചെന്ന് കാര്യം പറഞ്ഞു. കൊവേന്ത ആശ്രമത്തിലെ സുപ്പീരിയർ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടെ 2 ആട്ടിൻകുട്ടിയെയും ഒരു പശുക്കുട്ടിയെയും ഈ കൊച്ചച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. എന്നിട്ട് ഈ കൊച്ചച്ഛനോട് ഈ കൊവേന്തയിലെ ആശ്രമ ശ്രേഷ്ഠൻ ഒരു കാര്യം പങ്കുവച്ചു. അച്ഛാ ഇത് വളരെ സന്തോഷത്തോടുകൂടി വികാരിച്ചിന് കൊടുക്കണം. ഒപ്പം എൻ്റെ പേർക്ക് ഒരു ക്രിസ്മസ് സന്ദേശം കൂടെ കൊടുക്കണം. അതിങ്ങനെയാണ്, അച്ഛാ ക്രിസ്മസ് ആഘോഷമൊക്കെ വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, ഒരുക്കങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്രാവശ്യം ലൈവ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനുള്ള അച്ഛൻ്റെ പരിശ്രമത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. പക്ഷേ എൻ്റെ ചെറിയൊരു സന്ദേശം ഇതാണ്, അച്ഛാ തൊഴുത്ത് അൾത്താരയാക്കിയവനാണ് ഉണ്ണീശോ. ആ തൊഴുത്ത് അൾത്താരയാക്കിയവൻ്റെ തിരുനാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൽ നമ്മുടെ അൾത്താര തൊഴുത്താക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പരിശ്രമിക്കണോട്ടാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആട്ടിൻകുട്ടികളെയും ഈ പശുക്കുട്ടിയെയും കൊച്ചച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കൊച്ചച്ഛൻ അത് തൻ്റെ യുവ സുഹൃത്തുക്കൾക്ക് കൈമാറി. ഇവരിങ്ങനെ പള്ളിമേടയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ കൊച്ചച്ഛൻ്റെ മനസ്സിൽ, ഇത് പങ്കുവയ്ക്കുന്ന അച്ഛൻ്റെ മനസ്സിൽ ഇതിങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവാലയത്തിൻ്റെ അകത്തുള്ള ക്രിസ്മസ് ആഘോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ അൾത്താരകൾ തൊഴുത്താക്കരുത് എന്ന നിർദ്ദേശം അല്ല അച്ഛൻ ഇതിലൂടെ പകർന്നു നൽകിയത്. മറിച്ച് ഇതാ ഇവിടെ ഒരു അൾത്താരയുണ്ട്. ഈ അൾത്താരയായി തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് തമ്പുരാൻ ഈ ലോകത്തേക്ക് പറന്നു വീണതും അവൻ്റെ ചങ്കിലെ ചോര ഈ ചങ്കിലേക്ക് ഒഴുക്കിയതും. ഒന്ന് ആത്മപരിശോധന ചെയ്യാം.